തീരുവ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആകെ മൊത്തത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ചൈനയുമായും റഷ്യയുമായും ഇന്ത്യ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് അത്ര സുഖകരമായ കാര്യമല്ല. ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവയിൽ നിന്ന് അമേരിക്ക ചർച്ചകളിലൂടെ പിന്മാറാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിന്റെ തെളിവായി തീരുവ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് വ്യക്തമാക്കി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ റഷ്യയെക്കാളും ചൈനയെക്കാളും ഇന്ത്യക്ക് അടുപ്പം യുഎസിനോടാണ് എന്നും സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുകയാണ്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സ്കോട്ട് ബെസന്റിന്റെ ഇത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ന്യൂഡൽഹിക്കും വാഷിംഗ്ടണിനും തീർക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് സ്കോട്ട് ബെസന്റിന്റെ പ്രതികരണം. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇപ്പോഴും എണ്ണ വാങ്ങുന്നതിനെയും ബെസന്റ് രൂക്ഷമായിട്ടാണ് വിമർശിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള ആശങ്കയും ഇദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടന്ന കൂടിക്കാഴ്ചയെ പ്രകടനാത്മകമെന്നാണ് ബെസന്റ് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ മഹത്തരമായ രണ്ട് രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ അടിത്തറ ഉണ്ടാക്കണമെന്നും ബെസന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെ US ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ എടുത്തു കളയാമെന്ന് ഇന്ത്യ ഉറപ്പു നൽകി എന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ഇന്ത്യ ചൈന റഷ്യ ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ വാദവുമായി ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള സഹകരണം ദൃഢമാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാനാണ് ഇന്ത്യയുടെ തീരുമാനമെന്നും മോദി പുടിനെ അറിയിച്ചിരുന്നു. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരസ്പര വിശ്വാസം, ബഹുമാനം എന്നിവയെ അടിസ്ഥാനമാക്കി ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതിയുണ്ട് എന്നുമാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യ ചൈന ബന്ധം ശുഭകരമായ ദിശയിലാണ്. മാനവരാശിയുടെ പുരോഗതിക്ക് പരസ്പര ബന്ധം ശക്തിപ്പെടുത്തണം. അതിർത്തിയിൽ സ്ഥിരതയും സമാധാനവും ഉണ്ടായി എന്നും മോദി പറഞ്ഞു. 55 മിനിറ്റാണ് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച നീണ്ടത്.